ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും താജ് വീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെജ് കറിയാണ് കേട്ടോ. കോളിഫ്ലവർ മസാല എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. കോളിഫ്ലവർ നമുക്ക് ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ നന്നായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കോളിഫ്ലവർ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ പൂവ് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. 250 ഗ്രാം കോളിഫ്ലവർ ഉണ്ടത്. ഞാൻ ഞെട്ടിയൊക്കെ കളഞ്ഞതിന് ശേഷം കേട്ടോ പറയണത്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് വെള്ളം ഊറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. എന്നിട്ട് വെള്ളത്തിൽ നിന്ന് കോളിഫ്ലവർ കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ചുടുവെള്ളത്തിൽ കിടക്കും തോറും ഇതിങ്ങനെ കുക്കായിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ കോരിയെടുക്കുക. നമുക്ക് കടായി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതാണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. എപ്പോഴും വെളുത്തുള്ളി വേണേ ആദ്യം ചേർക്കാൻ. അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് എണ്ണയിലോട്ട് ഇറങ്ങുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ 4 പച്ചമുളക് ഇതേപോലെ സ്ലിറ്റ് ചെയ്തത് ചേർക്കാം. ഇനി നമുക്ക് പച്ചമുളകും വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വെളുത്തുള്ളി മൂത്ത മണമൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് 2 സവാള കുനുകുനാന്ന് കൊത്തി അരിഞ്ഞ സവാള കേട്ടോ, അത് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കറിയൊക്കെ വെന്ത് ഈ ഉപ്പൊക്കെ കോളിഫ്ലവറോട്ട് പിടിച്ച് വരുമ്പോൾ ഈ ഉപ്പ് കറക്റ്റാണ് കേട്ടോ. ഇനി ഈ സവാളയൊന്ന് സോഫ്റ്റ് ആവണ വരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയുടെ തണ്ടില്ലേ, അത് നന്നായിട്ട് കഴുകിയിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് കറിക്ക് ചേർക്കുന്ന സമയത്ത് കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഞാൻ ഇതിനു മുമ്പുള്ള റെസിപ്പിയിൽ പറഞ്ഞിട്ടുണ്ട്. മല്ലിയിലയുടെ തണ്ട് നമ്മൾ വേസ്റ്റാക്കി കളയരുത്, അതിന് നല്ലൊരു ഫ്ലേവറാണ് ഉണ്ടാവുക. കറിയുടെ ടേസ്റ്റ് തന്നെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ അതെപ്പോഴും നമ്മൾ കഴുകിയിട്ട് ഇതുപോലെ സവാളയൊക്കെ വഴറ്റുമ്പോൾ അതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ചേർത്ത് കൊടുക്കുക, അല്ലാത്തവർക്ക് ഈ പാർട്ട് സ്കിപ്പ് ചെയ്യുക. 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആവണവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചാൽ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നോളും. ഇനി തുറന്ന് കൊടുത്തിട്ട് നമുക്ക് തക്കാളി ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് പൗഡറുകളൊക്കെ ചേർക്കണ്ടേ, അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. കാശ്മീരി ചില്ലി പൗഡർ ഞാനിവിടെ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ സാധാ മുളക് പൊടിയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി. മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല പൗഡർ 1/2 ടീസ്പൂൺ. ഇനി പൊടികളൊക്കെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഞാനെപ്പോഴും പറയാറുണ്ട് പൊടികൾ ചേർക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണേന്ന്. അത് നന്നായിട്ട് പൊടികൾ മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും. അപ്പോൾ ആ മണം വരുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ. പൊടികൾ മൂത്ത് വരുമ്പോൾ നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ചെറിയ ക്യാപ്സിക്കം അരിഞ്ഞെടുത്തതാണ്, അതുകൂടി ചേർക്കാം. അപ്പോൾ ഈ ക്യാപ്സിക്കൊക്കെ എല്ലാ കറികളിലും ചേർത്ത് കൊടുക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പുലാവ് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല രുചിയുള്ളതാണ്. പണ്ട് എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഈ ഫ്രൈഡ് റൈസിലും ഈ ചൈനീസ് ഈ ചില്ലി ചിക്കനിലും അതിലൊക്കെ മാത്രമല്ലേ ചേർത്ത് കൊടുക്കുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. നമ്മളത് കറികളിൽ ചേർത്ത് കൊടുക്കുമ്പോഴേ നമുക്ക് അറിയുള്ളത്. കഴിക്കേണ്ടത് ശരീരത്തിനും നല്ലതാണ് ക്യാപ്സിക്കം. അപ്പോൾ കിട്ടുമ്പോഴൊക്കെ എല്ലാവരും വാങ്ങി കറികളിലോട്ട് ചേർത്ത് കൊടുത്തേക്ക് കേട്ടോ. അതിലോട്ട് നമുക്ക് 1/2 കപ്പ് ചുടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം. പച്ചക്കറികളൊക്കെ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ കറിയിലേക്ക് ഒരുപാട് വെള്ളം കോരി ഒഴിക്കരുത്. ഈ പച്ചക്കറിയിൽ തന്നെ ജലാംശം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വെള്ളത്തിൽ തന്നെ കിടന്ന് വേകുമ്പോഴാണ് കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. കണ്ടമാനം വെള്ളം കോരി ഒഴിക്കുന്ന സമയത്ത് കറിയുടെ ടേസ്റ്റ് നഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ പച്ചക്കറികളിൽ വെള്ളം ഒഴിച്ച് വേവിക്കുമ്പോൾ നമ്മൾ കുറച്ച് നോക്കി കണ്ടൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അടച്ചു വെച്ചിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വേവിക്കാൻ വേണ്ടിയിട്ട്. അത് ഇറച്ചി ആയാലും പച്ചക്കറി ആയാലും മീനായാലും ഒക്കെ അതെ കേട്ടോ. പിന്നെ ഹൈ ഫ്ലെയിമിൽ വേവിക്കേണ്ട സാധനങ്ങളുണ്ടാകുമ്പോൾ അത് ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിക്കണേ.
അതായത് ചൈനീസ് ഫുഡൊക്കെ അതൊക്കെയാണ് ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ വേവിക്കുക. നമ്മൾ ഇന്ത്യൻ ഫുഡൊക്കെ നമ്മളെപ്പോഴും അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടാണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് വേവിക്കണം. പച്ചക്കറി തന്നെ അതിൻ്റെ വെള്ളമൊക്കെ വന്നിട്ട് തന്നെ വെന്തിട്ട് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചോളൂ കേട്ടോ. അങ്ങനത്തെ ഒരു ഉപകാരം കൂടി നമ്മൾ ലോ ഫ്ലെയിമിൽ വേവിക്കുമ്പോൾ. അല്ലെങ്കിൽ ഇതിലെ വെള്ളം അങ്ങോട്ട് വേഗം പറ്റുകയും ചെയ്യും, സാധനം ഒട്ട് വേവേയില്ല, മസാല പിടിക്കുകയില്ല. അപ്പോൾ ഈ കറി ഇതേപോലെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഒന്നുകൂടി രുചി കൂട്ടണം, കുറച്ചുകൂടി കറി വേണം എന്നുള്ളവർ മാത്രം അതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കണേ, അധികം വെള്ളം ചേർക്കാത്ത നല്ല പച്ച തേങ്ങയുടെ പാൽ തന്നെ എടുക്കണേ. അപ്പോഴാണ് കറിക്ക് അതിൻ്റേതായ രുചി ഉണ്ടാവുള്ളേ. എന്നിട്ട് പിന്നെ ഒരുപാട് തിളപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ അങ്ങോട്ട് ചൂടായിട്ട് വന്നാൽ മതി, ഒരുപാട് ഇട്ട് തിളപ്പിക്കരുത്. തേങ്ങാപ്പാൽ ചേർത്ത ശേഷം കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും, കറിയിൽ വെള്ളം തെളിയുകയും ചെയ്യും കേട്ടോ. വെള്ളം വരെ കറി വേറെ മാറി നിൽക്കുകയും ചെയ്യും. അത് കാരണം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നേരിയ തീയിൽ വേണേ ചൂടാക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്തിട്ട് നിങ്ങൾ ഇളക്കി കൊടുത്താലേ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ മസാലക്കറി ഇവിടെ റെഡിയാവും കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും, ബൈ ബൈ.